സർ, അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ താരിഫ് ഇന്ത്യയെ തകർക്കുമെന്നും ഇന്ത്യക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഇതിലൂടെ നേരിടേണ്ടി വരുമെന്നും ഒക്കെ ഇന്ത്യക്കകത്ത് നിന്നുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം വിദേശ മാധ്യമങ്ങൾ പറയുന്നത് ട്രംപ് ഏർപ്പെടുത്തിയ ഈ താരിഫ് ഇന്ത്യക്ക് വലിയ ഗുണങ്ങളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ വളർച്ച ഇതാ ഇവിടെ മുതൽ തുടങ്ങുന്നു, ഇന്ത്യ അല്ലെങ്കിൽ കൂടുതൽ വളരാൻ പോകുന്നു എന്നൊക്കെയാണ്. കാരണം കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം GDP റേറ്റിംഗിൽ ഇന്ത്യ കുതിക്കുകയാണ്. 2030 ആവുമ്പോഴത്തേനും 20.7 ട്രില്യൺ വളർച്ച ഇന്ത്യക്ക് ഉണ്ടാകുമെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ 2038-37 ആ ഒരു വർഷമൊക്കെ എത്തുമ്പോഴേക്കും ഇന്ത്യ അമേരിക്കയെ മറികടക്കുമെന്നും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ പറയുന്നത് വിദേശ മാധ്യമങ്ങളാണ്, ഇന്ത്യക്കകത്തു നിന്നുള്ള മാധ്യമങ്ങളല്ല. അപ്പോൾ ഈ വിധത്തിൽ ഇന്ത്യയുടെ ഒരു വളർച്ച, വലിയൊരു വളർച്ചയാണ് കാണാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ ഈ വാച്ചിൽ നിന്ന് ഉൾപ്പെടെ പുറത്തു വരുന്നു. ഇന്ത്യയുടെ ഒരു വളർച്ച അതിവേഗം ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ വരുന്നു. ശരിക്കും ഇന്ത്യ ഇത്തരത്തിൽ വലിയൊരു വളർച്ച കൈവരിക്കുമോ? ഈ പുറത്തു വരുന്ന വാർത്തകളിൽ എന്തെങ്കിലും വാസ്തവമുണ്ട്? വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഓരോ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇത് പറയുന്നത്. ഒരു പഠനവും ഇല്ലാത്ത കാര്യം പറയുന്നത് കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയിലെ മാധ്യമങ്ങൾ. അവർക്ക് ഈ പറയുന്ന ഇന്ത്യ മഹാരാജ്യം എന്ന് എങ്ങനെയും നയിച്ചു പോകണം, വല്ലവന്റെ അച്ചാരം മേടിച്ച് കാര്യം പറയണം. മാത്രമല്ല, മോദി ആകുമ്പോൾ തീരെയും പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകളുടെ കാര്യം പറയുന്നതുകൊണ്ട് ആദ്യം അത് പറഞ്ഞിട്ട് നമുക്ക് പുറകിലോട്ട് പോകാം. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മോദി 4 തവണ ഫോൺ എടുത്തില്ല. ഇന്ത്യ അത്തരത്തിലൊരു വാർത്ത ജർമ്മൻ പത്രം ഉടനെ തന്നെ ഇവിടുത്തെ ചില മാധ്യമങ്ങൾ, അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ചില മൈന്യൂട്ടായിട്ട് കൊടുത്തു. നമ്മള് ഫോൺ എടുത്തില്ല, പക്ഷെ 100 കോടി രൂപയുടെ കരാർ കീഴിൽ കൂടെ ചെയ്തു കൊടുത്തു. എന്തോ ഒരു വാസ്തവമില്ലാത്ത കാരണം. നമ്മൾ ഫോൺ എടുക്കാതെ അവനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എടുത്തില്ലെന്ന് പറയുമ്പോഴും നമ്മൾ 100 കോടി രൂപയുടെ വിമാനം മേടിക്കാൻ, 100 കോടി രൂപയുടെ വിമാനം മേടിക്കാനുള്ള കരാർ ഇന്നുണ്ടാക്കിയതല്ല. ഒരു രാജ്യമായിട്ടുള്ള കരാർ 6 കൊല്ലം മുമ്പോ 7 കൊല്ലം മുമ്പോ ഉണ്ടാക്കിയതാ. അതിനകത്ത് നമ്മൾ 84 വിമാനം 90 വിമാനം എന്നുള്ളത് നമ്മൾ 114 ആക്കി. നമുക്ക് വിമാനത്തിന്റെ ഇപ്പൊ കുറവുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തില്ലേ. അപ്പം ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഇന്ത്യ എവിടെ പോയി? ഫോൺ എടുത്തില്ലെന്ന് പറയുമ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യ അത്രയും വലിപ്പത്തിൽ കാണുന്നു. അപ്പൊ അതിന്റെ ഇടയ്ക്ക് കൂടെ ഇന്ത്യക്കാരായിട്ടുള്ളവരാ പറഞ്ഞത് പിന്നെ ഫോൺ എടുത്തില്ല, അത് ഗിമുക്ക. അതിനെ പറയും 100 കോടി രൂപ, അല്ല 100 അല്ല, അപ്പോട്ടെ 100 കോടി, എത്ര കോടിയായിരുന്നു, 100 കോടി രൂപ ഇവിടെ കരാർ ഒപ്പിട്ടു. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ ഇതേ രീതിയിൽ ഇന്ത്യയെ മോശമാക്കുന്ന കുറെ ആൾക്കാരുണ്ട്. മൂലത്തിൽ കൃമി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിനകത്ത് നമുക്ക് വിഷയമല്ല. നമ്മൾ പറയാൻ പോകുന്നത് യാഥാർത്ഥ്യമാ. കൃമി കുത്തുന്നുണ്ടെങ്കിൽ അത് എന്തായാലും മരുന്ന് ഓമയ്ക്ക കഴിച്ചാൽ മാറും. അപ്പം ഇതിനകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം താരിഫിന്റെ വിഷയത്തിനകത്ത് ഇന്ത്യയെ അമേരിക്കയും തമ്മിലുള്ള ഒരു മത്സരം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രധാനമന്ത്രി പല ടാസ്കുകളും ഏറ്റെടുത്തതുപോലെ ആരും ഏറ്റെടുക്കാൻ തയ്യാറാവാത്തതും അല്ലെങ്കിൽ ആരും ഏറ്റെടുക്കാത്തതുമായിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് ഇനിയും ഇത്രയും നാളത്തെ പരിശോധിക്കുമ്പോൾ നമ്മളുടെ സുഹൃത്തല്ലായിരുന്ന അമേരിക്ക, അല്ലെങ്കിൽ നമ്മൾക്ക് ഏത് ഘട്ടം വന്നപ്പോഴും നമ്മളെ ഉപദ്രവിച്ചിട്ടുള്ള അമേരിക്ക, ഏറ്റവും അവസാനം പഹൽഗാമിന് ശേഷം, സിന്ധൂറിന് ശേഷം മുനീറിന് പിടിച്ച് ചായ കൊടുത്ത് അല്ലെങ്കിൽ പാകിസ്ഥാന് വേണ്ടി സഹായം അടുത്ത് നിൽക്കുന്ന അമേരിക്കയെ ഇനി അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയില്ല. അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങി പോകുന്ന ഒരു അവസ്ഥയിലെന്ന് ഇന്ത്യ തീരുമാനിക്കുന്നു. ആ തിട്ടൂരത്തിന് വഴങ്ങിയാൽ ഇന്ത്യക്കകത്തെ പാൽ കർഷകരും അല്ലെങ്കിൽ നമ്മുടെ കൃഷിക്കാർക്കും നമ്മളുടെ മാനുഫാക്ചേഴ്സിനും ഒക്കെ ദീർഘകാല അടിസ്ഥാനത്തിൽ കുഴപ്പം വരും. ഇപ്പോ ഒരാശ്വാസം കിട്ടിയാലും അല്ലെങ്കിൽ ആ മുഖം രക്ഷിക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ആശ്വാസം അല്ലെങ്കിൽ ഇന്ത്യക്ക് കുഴപ്പം വരും. അതിനെ അതിജീവിക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. അപ്പം ആ തീരുമാനം എന്ന് പറഞ്ഞാൽ ആ തീരുമാനത്തിനകത്ത് അമേരിക്കയുടെ തിട്ടൂരും താരിഫും ഇനി നമ്മൾ അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അപ്പൊ അമേരിക്ക എല്ലാ രീതിയിലും ഉപദ്രവിക്കും. മാത്രമല്ല നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിനകത്ത് വലിയ വലുപ്പത്തിൽ കയറ്റുമതിയുള്ള രാജ്യമാണ്. നമുക്ക് ഒത്തിരി ട്രില്യൺ കണക്കിന് നഷ്ടം വരും. അതിനെ നമ്മൾ അതിജീവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഈ സമയത്താണ് ലോക രാജ്യങ്ങൾ പറയുന്നത് ഇത് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫ് ആദ്യം ഒരു മങ്ങൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നും. ഒരു രീതിയിലും ഇന്ത്യക്ക് ദോഷം വരത്തില്ല. അമേരിക്കയ്ക്ക് തന്നെ നിർത്തേണ്ടി വരും. അമേരിക്കയ്ക്ക് അകത്ത് പ്രശ്നങ്ങളും പണപ്പെരുപ്പവും അല്ലെങ്കിൽ അമേരിക്ക സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പിടിച്ചേക്കാൻ പോകാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ള രീതിയിലേക്കുള്ള അഭിപ്രായങ്ങൾ സാമ്പത്തിക വിദഗ്ധർ അമേരിക്കക്കകത്തു നിന്നും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെ പഠിക്കുന്ന വിദഗ്ധർ പല ഭാഗത്തു നിന്നും വരുന്നതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന താരിഫിനെ അതിജീവിച്ച് ഇന്ത്യ മുന്നേറും എന്ന് EV വാച്ച് എന്ന് പറയുന്ന
അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഇതിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ ആഗസ്റ്റിൽ വന്നിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അനുസരിച്ച് വളരെ രസമാണ്, നമ്മൾ പോലും ആഗ്രഹിക്കുന്ന എക്കണോമിക്കൽ ഗ്രോത്ത് 2047 വരുന്നതിനെക്കാട്ടി മുമ്പേ, അതിനൊന്നും ഇത്രയൊന്നും വരുന്നില്ല, 10 ട്രില്യൺ ഒക്കെയാണ്. നമ്മളിപ്പോ 4.62% ട്രില്യൺ എങ്ങാനാണ് നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ GDP. ആ സമയത്ത് 32 അമേരിക്കയുടെ വളരെ വലിയ അന്തരമാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത്, EV വാച്ചിനകത്ത് പറയുന്നത് 2030 ആവുമ്പോഴത്തേന് ഇവിടുത്തെ GDP അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രോത്ത് 20.7 ട്രില്യണിലേക്ക് വരുമെന്നാണ്. അത് 2038 ആകുമ്പോഴത്തേന് ഈ പറയുന്ന അമേരിക്കയിലെ ഇപ്പത്തിലുള്ള 34.7 ട്രില്യൺ, അതത്രയാണ് 34 വരും, 34 ട്രില്യണിലേക്ക് അമേരിക്കയുടെ ഇപ്പോഴത്തെ GDP-യിലേക്ക് പോകുന്നത്. അപ്പം ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യയുടെ വളർച്ച വളരെ പെട്ടെന്ന് തന്നെ നടക്കും. ആ രീതിയിലേക്കുള്ള ഒരു പോക്കാണ് ഇന്ത്യ എല്ലാ മേഖലയിൽ കൂടി പൊക്കോണ്ടിരിക്കുന്നത്. ഇന്ത്യയെ ആർക്കും തടയാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. അമേരിക്ക ഇതിനകത്ത് പരാജയപ്പെടുമെന്ന് മാത്രമല്ല, ലോകക്രമം ഇന്ത്യ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തന്നെ പോകും. മാത്രവുമല്ല, ഇതിനകത്ത് ഇത് അതിജീവിക്കുന്നതോടുകൂടി ലോകത്ത് ഈ അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങളും അമേരിക്ക കീഴ്പ്പെടുത്തിക്കുന്ന രാജ്യങ്ങളെയും കൃത്യമായിട്ട് അവരുടെ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയും അവർക്ക് യാതൊരു സഹായമില്ലാതെ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ അമേരിക്ക ശത്രു രാജ്യങ്ങൾക്കിടയിൽ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, അമേരിക്ക ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അമേരിക്കയുടെ സീമന്ത രാജ്യങ്ങളെ, ആശ്രയിച്ചിരിക്കുന്ന രാജ്യങ്ങൾ, സുഹൃത്ത് രാജ്യങ്ങൾ, ശത്രു രാജ്യങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുന്നില്ല. അവരുമായിട്ട് കോംപ്രമൈസ് അല്ലേ, ചൈനയുമായിട്ട് കോംപ്രമൈസ്, റഷ്യയായിട്ട് കോംപ്രമൈസ്, ഉത്തരകൊറിയയുമായിട്ട് കോംപ്രമൈസ്. ഈ രാജ്യങ്ങളെ ആശ്രയിച്ച് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് GCC രാജ്യങ്ങളും മറ്റേ അമേരിക്കയുടെ കൂടെ നിന്ന് രാജ്യങ്ങൾക്കും വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ലോകക്രമം കൊണ്ടുവരികയല്ലേ, അല്ലെ ബ്രിക്സ് വരികയല്ലേ, ഇതിനെ ബലപ്പെടുകയില്ലേ. അപ്പൊ ഇതിന്റെ എല്ലാം നേതാവായിട്ടും, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇതിന്റെ എല്ലാം നേതാവാണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിലും ലോകത്ത് അംഗീകരിക്കാൻ പറ്റുന്ന രാജ്യത്തിലേക്ക് വരും. ജനാധിപത്യ രാജ്യം എന്നുള്ള രീതിയിൽ അമേരിക്കയുടെ കീഴിൽ നിന്നവർക്ക്, ജനാധിപത്യ രാജ്യത്തിനകത്ത് നിൽക്കുന്ന ആ രാജ്യത്ത് നിന്ന് ഈ പറയുന്ന രാജ്യങ്ങൾക്ക് ഗുണമുണ്ടാകാതെ വരികയും അവർക്ക് അമേരിക്കയുടെ ചെയ്തി കൊണ്ട് ഈ പറയുന്ന സ്വേച്ഛാധിപത്യ രാജ്യത്തിലേക്ക്, അതായത് ചൈന ഉൾപ്പെടെയുള്ള രാജ്യത്തിനെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ ജനാധിപത്യ രീതിയിലും ഏറ്റവും ശത്രുവിന്റെയും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുടെയും ആവശ്യങ്ങൾ മര്യാദയോട് പരിഗണിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള ഒരു ഡിസിപ്ലിൻ ഉള്ള രാജ്യം, മര്യാദയുള്ള രാജ്യം, എല്ലാരെയും കേൾക്കാൻ പറ്റുന്ന രാജ്യം, എല്ലാവരുടെയും കാര്യങ്ങൾക്ക് ഇടപെടാൻ പറ്റുന്ന രാജ്യം, എല്ലാരെയും സഹായിക്കാൻ പറ്റുന്ന രാജ്യം, നമ്മളെ ഉപദ്രവിക്കാത്തടത്തോളം കാലം നമ്മൾ ആരെയും ഉപദ്രവിക്കാത്ത ഒരു സ്വഭാവമുള്ള രാജ്യം, ആ ഒരു ശൈലിയുമായിട്ട് ലോകത്തെ മൊത്തം സുഹൃത്ത് വലയത്തിൽ എത്തിയിരിക്കുന്ന രാജ്യം, ആ രാജ്യത്തിലേക്ക് ഒരുങ്ങി വരില്ല. ആ രാജ്യത്തിന്റെ നിയന്ത്രണമെന്നല്ല, ആ രാജ്യം പറയുന്നതിനനുസരിച്ചുള്ള ഒരു ലോകക്രമം വരെ വരുമെന്നാണ് ഇപ്പൊ വരുന്നത്. അതായത് അമേരിക്ക ഇതോടുകൂടി അടിപതറി, അല്ലെങ്കിൽ അമേരിക്കയുടെ ലോകക്രമം നഷ്ടപ്പെട്ട് ലോകക്രമം ഒരു പക്ഷേ ഇന്ത്യയെ ആശ്രയിച്ച് ഇന്ത്യ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്ന രീതിയിലേക്കുള്ള ഒരു കാര്യങ്ങളും, അല്ലെങ്കിൽ ലോകത്തിന്റെ നെറിയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇന്ത്യ കടന്നു കയറുന്ന ഒരു രീതിയിലേക്കും ഒക്കെ ഉള്ള റിപ്പോർട്ടും അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെയാണ് ഈ പറയുന്നത് പോലെ ലോകമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ലോകമാധ്യമങ്ങൾ വെറുതെ റിപ്പോർട്ട് ചെയ്യത്തില്ല. യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്കൻ രാജ്യങ്ങളെയും വിട്ട്, അല്ലെങ്കിൽ അവരെ താഴ്ത്തിക്കെട്ടി മറ്റേഷ്യയിലെ ഇതുപോലെയുള്ള വികസിത രാജ്യങ്ങളെ ഒന്നും തൊട്ട് പറയുന്ന ഒരു രീതി ഒരു മാധ്യമത്തിനും ഇല്ല. അറിയാമല്ലോ, ഓരോ മാധ്യമങ്ങൾ ഓരോ റിപ്പോർട്ടുകൾ ഇല്ലാത്തതുണ്ടാക്കി ഇന്ത്യ മഹാരാജ്യത്തെയും അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രാജ്യത്തെയും ഒക്കെ തകർക്കുന്നതിന് വേണ്ടി നിൽക്കുന്ന അമേരിക്ക, യൂറോപ്യൻ അല്ലെങ്കിൽ അത്തരത്തിൽ നാറ്റോ രാജ്യങ്ങളുള്ള ഹിൻഡൻബർഗ് അറിയാമല്ലോ, ഇപ്പൊ അവർ ഇന്ത്യയെ കൂട്ടിക്കെട്ടിപ്പോയി ഒരു റിപ്പോർട്ട് അങ്ങ് ഉണ്ടാക്കുക, നമ്മുടെ ഒരു വ്യവസായി അല്ലെ ഇന്ത്യ തകർക്കാൻ. ആ സമയത്താണ് പല ലോക നിലവാരത്തിലുള്ള ഏജൻസികളും അല്ലെങ്കിൽ ഇതുപോലെ കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസികൾ, EV വാച്ച് പോലുള്ള ഏജൻസികൾ ഇത്തരത്തിൽ ഇന്ത്യക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം അത് കൊടുത്തേ പറ്റൂ. എന്താണെന്നറിയാമോ, മറച്ചു പിടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇത് വാസ്തവമാണ്, ഇത് സംഭവിച്ചു കഴിയുമ്പോൾ ഇന്ത്യ ഈ ലെവലിലേക്ക് എക്കണോമിക്കലി ഗ്രോത്ത് വന്നു കഴിയുമ്പോൾ, ഇന്ത്യയുടെ ഡെവലപ്മെന്റ്സ് ഈ രീതിയിലേക്ക് പോന്നു കഴിയുമ്പോൾ നാലക്കാലത്തെ പലയിടത്തും ചോദിക്കില്ല, നിങ്ങളുടെ ഏജൻസികളൊക്കെ എന്തായാലും നേരത്തെ റിപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങൾ ഇതൊക്കെ കണ്ടല്ലേ ഏത് രാജ്യം വരും എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റി അറിയുന്നത്, ഞങ്ങൾ ഇതനുസരിച്ചല്ലേ മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ നിൽക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഏജൻസികളെ പഠനം അനുസരിച്ചല്ലേ ലോകക്രമത്തിനകത്ത് ഏത് രാജ്യമായിട്ട് ഒരു രാജ്യം കൂട്ടുകൂടണം, ഏത് രാജ്യം ശക്തമാവും, അത്തരം തീരുമാനം എടുക്കണമെന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ അത് അവരുടെ നിലനിൽപ്പിന്റെ വിഷയം. അതുകൊണ്ടാണ് ഇന്ത്യക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് വരുന്നത്. ഇന്ത്യ ഒന്നും ചെയ്തിട്ടല്ല. അതായത് ഇന്ത്യ യഥാർത്ഥത്തിൽ നടന്നു നീങ്ങുന്നു, അല്ലെങ്കിൽ കുതിക്കുന്നു, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഭീഷണിയാവുന്നു, ലോകരാജ്യങ്ങൾക്ക് എല്ലാത്തിനെയും മറികടന്ന് മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ ലോകക്രമം അമേരിക്ക വിട്ടിട്ട് ഇന്ത്യയിലേക്ക് വരുന്നു, ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ പോകുന്നു. അതാണ് ഈ പറയുന്ന EV വാച്ച് പോലെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏതായാലും അത് നമുക്ക്
നമ്മൾക്ക് വലിയ സുഖം തരുന്ന, അതായത് നമ്മൾ ഇന്ത്യക്കാരായതുകൊണ്ടും ഇന്ത്യ സ്നേഹിക്കുന്നവരായതുകൊണ്ടും നമ്മൾക്ക് വലിയ സുഖം തരുന്ന ഒരു രീതിയാണ്. ഇപ്പൊ എനിക്ക് ഉറപ്പായിട്ടും പല ടോക്കിന്റെയും കീഴിൽ വരുന്നത്, ഇതിന്റെ കീഴിൽ വന്നിട്ട് നിനക്ക് എവിടുന്നാടാ വിവരം, 5 പൈസയുടെ വിവരം ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു വരുന്ന ടോക്കുകളും അല്ലെങ്കിൽ കാര്യങ്ങളും ഒക്കെ വരും. അത് നമുക്ക് അതിന് ഓമയ്ക്ക കറിച്ചാ മാറുമെന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓമയ്ക്ക കഴിച്ച് മാറ്റിയെടുക്കുക. ഇതിപ്പോ ലോകത്ത് നിന്ന് വരുന്ന റിപ്പോർട്ടുകളാണ്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ കണ്ട് വായിച്ച് ആ റിപ്പോർട്ടുകളെ നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ കുതിപ്പ് ലോകത്തിന്റെ നെറുകയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പോകുന്നു അല്ലെങ്കിൽ സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ. ഈ ഒരു ഫൈറ്റ്, താരിഫ് ഫൈറ്റ് അല്ലെങ്കിൽ ഈ വിജയിച്ചു കഴിഞ്ഞാൽ അമേരിക്ക ലോകക്രമത്തിൽ നിന്ന് അല്ലെങ്കിൽ ലോക ചക്രവർത്തി, ലോക രാജാവ്, ലോകത്തെ നിയന്ത്രിക്കുന്ന രാജ്യം എന്നുള്ള രീതിയിൽ നിന്ന് വീഴ്ചയും സംഭവിക്കും എന്നാണ് ലോകത്ത് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇന്ത്യ മുന്നേറുകയാണ്. ഇന്ത്യ അമേരിക്കയേക്കാൾ വലിയൊരു ശക്തിയായി മാറും എന്ന കാര്യം അതൊരു യാഥാർത്ഥ്യമാണ്. അത്തരം വാർത്തകൾ പ്രശാന്ത് സാർ പറഞ്ഞതുപോലെ റിപ്പോർട്ട് ചെയ്യുന്നത് വിദേശ മാധ്യമങ്ങൾ തന്നെയാണ്. ഇന്ത്യക്കകത്ത് നിന്ന് അങ്ങനെ ഒരു റിപ്പോർട്ട് എന്തായാലും വരാൻ സാധ്യതയില്ല. അപ്പോൾ ഈ വാച്ച് പോലെയുള്ളവരുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചർച്ചയിൽ ഇത്രയും കാര്യങ്ങൾ വിശദമായി പറഞ്ഞത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.